رجوت لأني لايذ بجنابه وخفت لأعمالي مولاي اقدسي وإني مقدام على كل مشتهى وفان عن الطاعة أفقار مفلسي وليس سوى أني اضطررت بفضله معدا لهذا فاجبر الكسر واعكسي ولا تجزني يا ربي فعلي سيئا ولا حسنا بل بالجمال المقدس أي الله يا رب البريات صليا على سيد الأكوان وارحم تنفسي محمدنا والفاتح المتحقق العلي لما أغلقته المتلمس وهو خاتم رسلا نتوا سابقوا له وناصير ذاك الحق بالحق مقبسي وهادي إلى خير الصراط صراطك الجلي المستقيم النهج غير مدلس مع الآل حق القدر قدر نبينا ومقداره العالي العظيم تأسسي أفضل ഞാൻ ഒഴിഞ്ഞു വെച്ചു, ചേർത്ത് വെച്ചു, വിട്ടുകൊടുത്തു, വിട്ടു, അംരി ഏൽപ്പിച്ചു കൊടുത്തു, അങ്ങനെയൊക്കെ അർത്ഥമാക്കാം. ഞാൻ ഏൽപ്പിച്ചു അംരി എൻ്റെ കാര്യത്തിൽ ഇലാഹിലേക്ക്, എൻ്റെ എല്ലാ കാര്യം ഞാൻ റബ്ബിനെ ഏൽപ്പിച്ചു. റബ്ബിനെ ഏൽപ്പിച്ചാൽ പിന്നെ ഒരു പേടി ഉണ്ടാവില്ല. റബ്ബിനെ ഏൽപ്പിച്ചാൽ പിന്നെ പേടി ഉണ്ടാവില്ല. എന്താ പേടിയില്ലാതിരിക്കലിൻ്റെ മാനദണ്ഡം? എന്താ പേടിയില്ലാതിരിക്കലിൻ്റെ മാനദണ്ഡം? ഒരാൾക്ക് ഈമാൻ പൂർത്തിയായാൽ ഒന്ന് പേടിയുണ്ടാവില്ല, നിരീശ്വരവാദം പൂർത്തിയായാലും പേടിയുണ്ടാവില്ല. രണ്ടിൻ്റെ ഇടയിലാണ് പേടിയുണ്ടാവുക. തല കൊടുത്ത് ആലോചിച്ചിരിക്കണം, അന്തം വിട്ടിരിക്കരുത്. അന്തം പടച്ചോൻ തരണം. രണ്ടാളും ഒരവസ്ഥയിലായിരിക്കും യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുന്നത് വരെ. ഒന്ന്, കരുത്തുറ്റ മുഅ്മിൻ, ഓനൊരു പേടിയുണ്ടാവില്ല. എന്തുകൊണ്ട്? അവൻ മുത്തവക്കില. തവക്കുൽ കൊണ്ട് അവൻ്റെ കാര്യം റബ്ബേറ്റെടുക്കും. അവൻ്റെ അമല് കൊണ്ടോ അവൻ്റെ മറ്റുള്ളത് കൊണ്ടോ ആക്ടിവിറ്റീസ് കൊണ്ടോ ഒന്നല്ല ഏറ്റെടുക്കുക, തവക്കുൽ കൊടുക്കുക. എന്തുകൊണ്ട്? അമല് റബ്ബിന് ആവശ്യമില്ല, റബ്ബ് കൽപ്പിച്ചതാണ്. അമല് എന്ന് പറഞ്ഞാൽ അമല് കൊണ്ട് റബ്ബിന് നേട്ടമൊന്നുമില്ല. പിന്നെന്തേ? ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കാൻ നിൽക്കുന്ന പോലീസുകാർക്ക് മുന്നിൽ മന്ത്രിക്ക് കിട്ടുന്ന ഒരു ഉപകാരം, അതാണ് അമല്. അവിടെ ഉപകാരം എന്ന് ഞാൻ മന്ത്രിയെ പറ്റി പറഞ്ഞത് ക്ലിയറാണ്. പക്ഷെ റബ്ബിനെ പറ്റി അതും പറയാൻ പാടില്ല, അവിടെ കുഫ്ർ വരും. അപ്പം നീ നിസ്കരിക്കുന്നത് കൊണ്ട് ഇപ്പം ഓൻ ഇങ്ങനെ കാട്ടി നിൽക്കുകയാണ്. ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കാൻ പോവുക മന്ത്രി. ആഗസ്റ്റ് 15 പോലീസിൻ്റെ മുന്നിൽ മന്ത്രി നടന്നു. അങ്ങനെ നിൽക്കുകയാണ്. ആര്? ഇതാണ് അമല്, ഇതാണ് നിസ്കാരം, ഇതാണ് നോമ്പ്, ഇതാണ് ഹജ്ജ്, ഇതാണ് സക്കാത്ത്. അന്തല്ലാത്ത ഹജ്ജ് സക്കാത്ത് കൊടുക്കണം അള്ളാഹുവിൻ്റെ അടിമക്ക്? ചാരാ? മുതലാളിയോ? ഇതൊക്കെ ഒരു ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുമ്പോൾ ഇതന്നെ. മന്ത്രിക്ക് പറ്റി ഇങ്ങനെ കാട്ടിന് എന്താ കാര്യം? ഇജിപ്പം ഇങ്ങനെ കാട്ടി മന്ത്രിക്ക് എൻ്റെ കാര്യം. ഞാൻ മുത്തിയാണ്, ഞാൻ ഇവിടുത്തെ ആ നിലവിലുള്ള സർക്കാരിൻ്റെ സൽത്തനത്തിനെ അംഗീകരിക്കുന്നവനാണല്ലോ എന്നതിലുള്ള ഒരു ഇലാമ്,
ഒരറിയിപ്പ് മാത്രമാണ് എന്ത് ഇങ്ങനാടല്ലേ. അതുകൊണ്ട് മന്ത്രിക്ക് ഒരു നേട്ടമില്ല. ഈ നിസ്കരിക്കുന്നത് കൊണ്ട് റബ്ബിന് നേട്ടമുണ്ടെന്ന് വിശ്വസിച്ചാൽ ഇതൊരു ഫിറ്റായ ഉദാഹരണമല്ല. പിന്നെ ഖൽക്കിൻ്റെയും മഹ്ലൂക്കിൻ്റെയും കാര്യം ഉപമപ്പെടുത്താനും ഉദാഹരണപ്പെടുത്താനും കഴിയില്ല. പറയാവുന്നതിന് പരമാവധിയാണ് ഈ ഉദാഹരണം. ഇതൊരു ഉദാഹരണമായി ചിന്തിക്കരുത്. ഒരു മിസാല് ഞാൻ എന്തിനാണ് നിങ്ങൾക്കതിൻ്റെ ഹൈഅത്ത് മനസ്സിലാക്കാനാണ്. അപ്പം നിൻ്റെ അമലല്ല, നിൻ്റെ അമൽ എന്ന് പറഞ്ഞാൽ ഏത് കള്ളനും അമൽ ചെയ്യാൻ കഴിയും. നിന്റെ തവക്കുലാണ് എന്ത് റബ്ബിൻ്റെ ഇഷ്ടം. തവക്കുൽ കള്ളന് ചെയ്യാനേ കഴിയില്ല. തവക്കൽതു അലല്ലാഹ് എന്ന് കാർമൈരിയൊക്കെ കള്ളനും കഴിയും. തവക്കൽതു അലല്ലാഹ് എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെല്ലാൻ കള്ളന് കഴിയും. തവക്കൽതു അലല്ലാഹ് അത് കള്ളനും കഴിയും. പിന്നെ എന്തിനാ പേടിക്കണം? തവക്കലുള്ളവൻ ആരാണ്? അവൻ ആരെ ഏൽപ്പിച്ചു? അതാ ഏൽപ്പിച്ചു. നിനക്ക് പൈലറ്റിനെ വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ വിമാനത്തെ കയറിയത് അല്ലേ? പറയും. നിനക്ക് പൈലറ്റിനെ വിശ്വാസം, പൈലറ്റിനെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എനക്കൊരു ഉറപ്പുണ്ടാവും. എന്ത്? ഇത് വലിയ ഞാനിപ്പോൾ ഒരു 3.5 ഫൂട്ടുള്ള മനുഷ്യൻ. ഇത് എന്ന് പറഞ്ഞാൽ ഒരു 200 കോടി ഉറുപ്പ്യൻ്റെ അല്ലെങ്കിൽ 150 കോടി ഉറുപ്പ്യൻ്റെ മുതലാണ് ഈ മുതൽ. ഒരു വിമാനം അതിൻ്റെ ചിലവുകളും എന്നൊക്കെ പറഞ്ഞാൽ അതിന് കോടികൾ, 100 കണക്കിന് കോടി ചിലവ് വരും അതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും. അതൊരു അന്തം വിട്ടോൻ്റെ കയ്യിൽ ഈ കമ്പനി ഏൽപ്പിക്കൂല എന്നൊരു വിശ്വാസം നിനക്കുണ്ട്. അല്ലാതെ അത് വിടുന്ന ഏതോ മറ്റേ അറിയില്ല. പക്ഷെ എനിക്കൊരു വിശ്വാസമുണ്ട്. എന്ത്? ഞാൻ ഇന്നെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകില്ല. കാരണം ഇന്നെ കൊന്നാൽ ഓൾക്ക് നഷ്ടം 100 കോടിയാണ്, 150 കോടിയാണ്. എന്നെ കൊല്ലണമെങ്കിൽ ഇതാണ് താഴ്ത്തിക്കിടണ്ടേ. അപ്പം എനിക്കിതിലിരിക്കാം. എന്തുകൊണ്ട്? എന്നെക്കാളും വലിയ മുതലാണ് ഈ കൊണ്ടുപോണത് എന്ന വിശ്വാസം നിനക്കുണ്ടല്ലോ. ചെങ്ങായി, എന്താ ഇപ്പം രാവിലെ ചായ കുടിക്കാത്ത മാതിരിയാണല്ലോ ഇരിക്കുന്നത്? മനുഷ്യന്മാരെ ഇല്ലേ? അപ്പം പൈലറ്റിനെ നിനക്ക് എന്തുണ്ട്? വിശ്വാസമുണ്ട്. വിശ്വാസമുള്ള കമ്പനിയിലെ ഫ്ലൈറ്റിൽ അജി കയറുക. അടുത്ത കാലത്തൊന്നും ഈ കമ്പനി വീണിട്ടില്ല. ഓക്കെ കയറി. അപ്പം പൈലറ്റിനെ നിനക്ക് വിശ്വാസമുണ്ട്, വിമാനത്തെയും നിനക്ക് വിശ്വാസമുണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റ് കെട്ടി അവിടെ ഇരുന്നു. ഫ്ലൈറ്റ് അങ്ങോട്ടില്ല എടുത്തതിന് ശേഷം അപ്പം പൂർണ്ണമായി നീ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ വിമാനത്തിലേക്കും ഈ വിമാനത്തിൻ്റെ പൈലറ്റിനും നീ നിന്നെ ഏൽപ്പിച്ച് കഴിഞ്ഞു. ഏൽപ്പിച്ചില്ല, ഞാൻ എനിക്കൊന്നും ചെയ്യാനില്ല. എനിക്ക് 4.5 മണിക്കൂർ കൊണ്ട് ദുബായിലെത്തണം. നീ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു നിർവാഹവും ഇല്ല. അതിനിടയിൽ ഫ്ലൈറ്റ് അങ്ങോട്ട് എടുത്തതിന് ശേഷം ഫ്ലൈറ്റ് ബർപ്പിക്കാൻ തുടങ്ങി. അങ്ങോട്ട് ബർക്കണേ, വിട്ട് കിടക്കണേ, താഴത്ത് കിടക്കണേ, മേലെ ഇതാ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകണോ എന്ന് പറഞ്ഞ് കരയണോ? കരയേണ്ട ആവശ്യമുണ്ടോ? ഇതാ ഞങ്ങളെ കൊല്ലാൻ പുറപ്പെടണോ, വണ്ടി എരിയോ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? വിമാനത്തെ കുത്തിട്ട് വേണോ? അല്ല, അന്തല്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയും. അല്ല, അന്തം വേണ്ട, അതെന്ത് പറയും ചങ്ങായിമാരെ? എന്തുകൊണ്ട്? നിനക്കൊരു വിശ്വാസമുണ്ട്. എന്താണ് വിശ്വാസം? എനിക്ക് ഖൈറിന് വേണ്ടിയല്ലാതെ ഈ പൈലറ്റും ഈ കമ്പനിയും പ്രവർത്തിക്കൂല. കാരണം വലിയ നഷ്ടം അവർക്കാണ് വരിക, എനിക്കല്ല. പിന്നെ അവിടെ വിമാനം ഒന്ന് ഇങ്ങോട്ട് എടുത്ത് മേലക്കിട്ട് ഇട്ടും താഴത്ത് കിട്ട് തിന്ന ഭക്ഷണം കഴിക്കേണ്ട അടിയാണ് പെട്ടെന്ന് 150-250 മീറ്ററിൽ അടിക്ക് ഡും ഇങ്ങോട്ട് വന്നേ, പിന്നെ അങ്ങോട്ട് പറിച്ച്, പിന്നെ അങ്ങോട്ട് പറിച്ച് ഉള്ളി. അപ്പോഴത്തേനും കറിയും പാത്രമൊക്കെ എൻ്റെ വസ്ത്രത്തിൽ കൂടെ പോയി നാശമായി. അപ്പം ഈ കരയുന്നുണ്ടോ? ഇതാ ഒരാൾ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകണോ? അങ്ങനെ അറിയോ? എന്തുകൊണ്ടറിയില്ല? നിനക്ക് അയാളെ വിശ്വാസമാണ്. എന്ത് സാഹചര്യത്തിലും. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ വിമാനം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടാകുക?
അതിശക്തമായ മേഘത്തിൻ്റെ ഇടയിൽ വിമാനം പെട്ടുണ്ടാവും. അപ്പം ഫ്രോഗ് ലൈറ്റിൽ വരെ അവർക്ക് കിട്ടൂല. അപ്പം അവരെന്ത് ചെയ്യും? ഇപ്പോൾ സാധാരണ കട്ടിമേഘമാണെങ്കിലും ആ കട്ടിമേഘത്തെയും കടന്നിട്ട് പോകാൻ കഴിയുന്ന ലൈറ്റുകൾ അവരുടെ കയ്യിലുണ്ട്. നമുക്ക് ഗ്ലാസ് വിൻഡോസിലൂടെ ഒന്നും കാണൂല, അതിശക്തമായ മൂടൽ മേഘമാണ്. പക്ഷെ അവർക്ക് ഈ ഫ്രോഗ് ലൈറ്റ് വഴി, അത് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഫ്രോഗ് ലൈറ്റാണ് അവർ ഉപയോഗിക്കുക. അപ്പോൾ ആ ഫ്രോഗ് ലൈറ്റ് വഴി അവർക്ക് പരിസരത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കാണാൻ കഴിയും. മനസ്സിലായില്ലേ? കട്ടിമേഘത്തിനെ അവർക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ അതിശക്തമായ കട്ടിമേഘം മുന്നിലുണ്ടാവും. അല്ല വിമാനത്തിനല്ല, വിമാനം വേറെ വിമാനം ആ സമയത്ത് അതിൽ വരൂല, ഉറപ്പുണ്ട്. കാരണം ഇതൊക്കെ നിയന്ത്രിക്കുന്ന വേറൊരു ലോകമുണ്ട്. അതേ സമയത്ത് മേഘത്തിനെ നിയന്ത്രിക്കാൻ ഇവന് കഴിയൂല, റഡാറിനും കഴിയൂല. മനസ്സിലായില്ലേ? ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലി എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ സൂറത്തുൻ നൂറിൽ. എന്താണ് തുടക്കം മോനെ? ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലി. നൂറിലാണ്, നൂറിലാണ്. ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലി. ألم ترى أن الله يزجي سحابا ثم يؤلف بينه ثم يجعله ركاما بينه فترى الودق يخرج من خلال بينه وينزل من السماء وينزل من جبال മുകളിൽ നിന്നിറക്കും, അഥവാ പർവ്വതങ്ങളിൽ നിന്ന്. ഇവിടെ പർവ്വതേര ഓമാമം മേഘം. മേഘത്തിൻ്റെ ശക്തി കാരണം ചില മേഘം എന്തുപോലെ ഇരിക്കും? പർവ്വതം. فترى الودق يخرج من خلاله وينزل من السماء من جبال فيها فترى الودق يخرج من خلاله وينزل من السماء മുകളിൽ നിന്ന് അല്ലാഹു തആല ഇറക്കും, വെള്ളത്തിന് ഇറക്കും എന്ന് പറയാണ്. അഥവാ മിൻ ജിബാലിൻ, പർവ്വതങ്ങളിൽ ഇറക്കും. മാനത്തെ പർവ്വതേതാ? മുകളിലെ പർവ്വതേതാ? മേഘം. അപ്പം ഈ ചില മേഘം പർവ്വതം പോലെ. പർവ്വതത്തിൻ്റെ കാരണം അതിൻ്റെ എന്താണ്? അതിൻ്റെ സുഹൂറത്ത് കട്ടിയാണ്. ചിലപ്പോൾ ഇങ്ങനെ തൊള്ളച്ചട് പോകും. അപ്പം എന്നുള്ള ശബ്ദം ഉണ്ടാവും. ഫ്ലൈറ്റിൻ്റെ ഈ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും കേൾക്കും. എന്തുകൊണ്ട്? ഇത് ഈ ജിബാലിനെ അങ്ങനെയാണ് കീറുകയാണ്. മനസ്സിലായില്ലേ? അത് പർവ്വതം പോലെ നിൽക്കുകയാണ്. എന്ത്? മേഘം. അവിടെ താഴെ ഇറക്കാൻ ഒരു നിർവാഹവും പൈലറ്റിന് ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഇതിന് നേരെ താഴെ വേറൊരു ഫ്ലൈറ്റിൻ്റെ ലൈനായിരിക്കും. അപ്പം അവിടെ തന്നെ കൊണ്ടുപോകണം. അപ്പോൾ ഫ്ലൈറ്റ് അവിടുത്തെ സാഹചര്യത്തിൽ കര. അപ്പോൾ എന്തുണ്ടാവും എന്നറിയോ? അപ്പോൾ ഭയങ്കര കര എന്ന ശബ്ദം ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും. എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണത്? ഈ മേഘക്കൂട്ടത്തിനെ എന്ത് ചെയ്യണം? ഒന്ന് ഇളക്കണം. വാലിൻ്റെ ഭാഗത്തൊക്കെ ഇരുന്നാൽ ഒരു സുഖം കിട്ടൂല, എന്നാലും കരിയില്ല. എന്തുകൊണ്ട്? നിനക്കറിയാം ഈ പൈലറ്റ് അയാൾക്കും എനിക്കും വേണ്ടിയാണല്ലോ ഈ ചെയ്യണത്, നന്മയല്ലാതെ ചെയ്യൂല. പിന്നെ കരുണന്തിനാ? ഇതേ വാക്ക് അള്ളാഹിൻ്റെ അടുത്ത് തുറക്കാം. തവക്കൽതു അലല്ലാഹ്. നീ ജനവിചാരാണ്. ഇവിടെ പൈലറ്റ് ആരാ? അള്ളാഹു. എന്തിനാ കാര്യം? ഒരു മനുഷ്യന് ഈമാൻ ഉണ്ടായാൽ പേടിണ്ടാവില്ല. ഈമാൻ പൂർത്തിയായാൽ പേടിണ്ടാവില്ല. ഓനെന്തുണ്ടാവും? തവക്കുലുണ്ടാവും. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അപ്പം മുഅ്മിനീങ്ങളായ മുതവക്കിലീങ്ങളാ. മുതവക്കിൽ മാത്രം. മുതവക്കിലീങ്ങളെ ആരാകൂ? പറ ധൈര്യമായിട്ട് പറ. എന്നോട് ഇവിടെ മാവ ഇല്ല എന്ന അർത്ഥമുള്ള ഹസ്റിൻ്റെ വാക്കാണ് ഇന്നമ.
സാഹിത്യം പഠിച്ച ആളുകൾക്ക് അത് നല്ലോണം അറിയാം. അറബി സാഹിത്യം പഠിച്ചവർക്ക് അറിയും. ഇന്നമ എന്ന് പറഞ്ഞാൽ മാത്രമേ എന്ന ആശയത്തെ കൊണ്ടുവരൂ. ഇന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദ്, നിങ്ങളുടെ ഇലാഹു ഒന്ന് മാത്രമാണ്. എവിടെ ഇപ്പോൾ ഈ മാത്രം എന്ന ആശയം കിട്ടിയത്? ഇന്നമ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഒരുപാട് കാര്യം ആയത്തിൽ പറയുന്നത്. അവസാനം പറയുന്നത് വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ റബ്ബിൻ്റെ മേൽ തവക്കുൽ ചെയ്യുന്നവർ മാത്രമാണ്. അവർ മാത്രമാണ്. ആര്? മുഅ്മിനീൻ. ഇന്നമൽ മുഅ്മിനീങ്ങൾ എന്നാൽ റബ്ബിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചവരാണ്. അപ്പൊ ഇതിന് ഡൗട്ടും ഇല്ല. അതിന് അവർ വിചാരിക്കും എന്ത് പൈലറ്റ് ഇനിയിപ്പോൾ എന്താ, വീണെങ്കിൽ പോകണമെങ്കിൽ പോകും, ഏതായാലും നന്മ എനിക്ക് ചെയ്യുള്ളൂ. കാരണം പൈലറ്റിനെ ഏൽപ്പിച്ചു, വിമാനത്തെ ഏൽപ്പിച്ചു, എനിക്ക് അവിടെ ഒന്നും ചെയ്യാനുമില്ല. ഇത് ആകാശമാണ്. കാറും ബസ്സും ആണെങ്കിൽ ഡോറ് തുറന്നാണ് ചാടാ, ഇതൊന്നും നിർവാഹമില്ല. മനസ്സിലായില്ലേ? ഇതാണ് മൂമിൻ. മൂമിൻ അവൻ്റെ കാര്യമൊക്കെ ആരെ ഏൽപ്പിച്ചു? അള്ളാഹുവിനെ. രണ്ടാൾക്ക് പേടി ഉണ്ടാവില്ല. ഒന്ന് മൂമിന് പേടി ഉണ്ടാവില്ല, രണ്ട് നിരീശ്വരവാദിക്ക് പേടി ഉണ്ടാവില്ല. എന്തുകൊണ്ട്? നിരീശ്വരവാദി അങ്ങനത്തെ ഒരു കാര്യം ഓന് ഭയമില്ല. ഭയം എന്ന സംഗതി ഓനില്ല. പടച്ചോനൊരു വിശ്വാസമല്ല. ഞാൻ അള്ളാഹിൻ്റെ കോടതിയിലെത്തിയാൽ എന്താവുക എന്നാണ് ഇപ്പം എൻ്റെ ഇന്ത്യൻ പേടി. മുമ്മിനെ പേടിയില്ല. എന്തുകൊണ്ട്? ഓൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. പരിധി വിട്ടൊരു പേടിയില്ല. എന്നൊരു പേടിയില്ലേ? ഉണ്ട്. റബ്ബിനെ സ്വീകരിക്കുമെന്നേ പേടിയുള്ളൂ, വേറൊന്നുമില്ല. മനസ്സിലായില്ലേ? പിന്നെ അതേ സമയത്ത് ഓന് റജാ കൂടിയിട്ടുണ്ട്. എന്ത്? എൻ്റെ റബ്ബ് നീതിമാനാണ്, എൻ്റെ റബ്ബ് അഫൂവാണ്, എൻ്റെ റബ്ബ് ഗഫൂറാണ്. നിരീശ്വരവാദിക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല. അപ്പം അവനും എന്തില്ല? പേടില്ല. എടി കുടുങ്ങുന്ന പേടി. നമ്മളൊക്കെ പേടിക്കാരാ. കാരണം എന്തില്ല? തവക്കൽത്തു അലല്ലാഹ് ഓഫീസിൽ എഴുതിച്ചിട്ടുള്ളൂ. എന്തില്ല? തവക്കില്ല. ഇന്ന് രാവിലെ ഒരു കോഴിക്കോട് ഖത്തീബായ ഒരാൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്നാൽ ചോദിച്ചു, ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ നാട്ടുകാർ പിരിവ് തരൽ നിർത്തിയാലോ? അപ്പം ഞാൻ പറഞ്ഞു, അപ്പം അത് പൂട്ടും. എന്തുകൊണ്ട്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പൂട്ടുന്നത് നമ്മളെ പണിയല്ല. തുറക്കൽ നമ്മളെ പണിയല്ല. ഇപ്പം പൂട്ടൽ നമ്മളെ പണിയല്ല. നടത്തൽ നമ്മളെ പണിയല്ല. ഇത് പൂട്ടിയാൽ എന്താ? അൽഹംദുലില്ലാ. നടന്നാൽ ഒരു അൽഹംദുലില്ലാ, പൂട്ടിയാൽ 100 അൽഹംദുലില്ലാ. എന്തുകൊണ്ട്? നടന്നാൽ നമുക്കൊരു ഡൗട്ടാണ്, കുട്ടികളൊക്കെ നന്നാവുമോ, നന്നാകാതെക്കുമോ, കുട്ടികൾ ഇവിടുന്ന് മൊബൈലും ബ്ലൂ ഫിലിമും കാണുമോ? പേടിയാ. പൂട്ടിയാലോ? എന്താണ് പൂട്ടിയാ? നമുക്ക് ആ പേടി പോയി. കൂലി തരേണ്ടതാരാ? കൂലി തരേണ്ട ആരാ? അല്ലാഹു. എനിക്ക് ഇത് ദാറുൽ ഖുർആൻ നടന്നാൽ എനിക്കൊരു അൽഹംദുലില്ലാ, ദാറുൽ ഖുർആൻ പൂട്ടിയാൽ 100 അൽഹംദുലില്ലാ. എന്തുകൊണ്ട്? ഇവിടെ വന്ന് പോകണമെങ്കിൽ പെട്രോളിന് ചിലവുണ്ട്, കമ്മിറ്റി തരൂല. നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം എൻ്റെയൊക്കെ വണ്ടി കൊണ്ടുപോയിട്ട് ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു കൊടുക്കുക. ഉസ്താദ് ഇവിടെ ഇതൊക്കെ നോക്കണ ആളല്ലേ, നിങ്ങളാരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം എന്താ? അപ്പം ഇതൊന്നും ഇന്ന് രാവിലെ കോഴിക്കോട് അങ്ങാടിയിലെ ഖത്തീബാണ് ഞാൻ, ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതാ. എൻ്റെ എന്താ പെങ്ങളൊക്കെ ഒരു പേടി കാണില്ലല്ലോ? പേടില്ല. ഞാൻ വലിയ മുത്തവക്കിലെന്ന് പറയല്ല. ഇതിനൊന്നും ഞാൻ പറഞ്ഞ മൂല്യന്മാരെ മോത്ത് നോക്കിയാൽ ഇമ നഷ്ടപ്പെടും. കാരണം മൂപ്പര് ഞങ്ങളെ മോത്ത് നോക്കിയെന്ന് പറയണ്ട. എന്തുകൊണ്ട്? പടച്ച തമ്പുരാനെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. നമ്മൾ മുഅ്മിനീങ്ങളല്ലേ, നമ്മൾ മുത്തവക്കിലീങ്ങളാണ്. നമ്മളെ കാര്യം ആരെ ഏൽപ്പിച്ചു? അല്ലാഹ്. കമ്പനിയിൽ നിന്ന് പിരിച്ചു വിട്ടു, അൽഹംദുലില്ലാ. കമ്പനി ഇട്ടു, അൽഹംദുലില്ലാ. കൊറോണ വന്നു, അൽഹംദുലില്ലാ. കൊറോണ വന്നപ്പോൾ വലിയ പണിയൊന്നുമില്ല. അപ്പോഴാണ് പെണ്ണുങ്ങളെ കയ്യുമ്മലും കാലുമ്മലും ഒക്കെ ഉള്ള പാലുണ്ണി വരെ ഓൻ കണ്ട്. കാരണം ഓന് കാര്യമായി പണിയില്ല. അവളെ കെട്ടിയിട്ട് 25 കൊല്ലമായിട്ട് അവളെ കാലിൻ്റെ മുട്ടിൻ്റെ ബാക്കിൽ സൈഡിലൊരു പാലുണ്ണി ഉള്ളത് ഓൻ കണ്ടിട്ടില്ല.
ഒരു അരിമ്പാറുള്ളതോ കണ്ടിട്ടില്ല. അവളെ ബാക്കിൽ ഇവിടെ ഒരു അരിമ്പാറുണ്ടായിരുന്നു, അതോ കണ്ടിട്ടില്ല. എന്തുകൊണ്ട് ഓനവില്ല? പായാണ് ചിന്തിക്ക്. കാരണം ഫുൾ ടൈം പായ. രാത്രി 10 മണിക്ക് വന്നൊന്ന് കുളിച്ച് നിസ്കരിച്ച് കിടക്കുമ്പോൾ പിന്നെ ഓളെ പാലൂണി നോക്കണ നേരമുണ്ട്. നേരം വിളിച്ചാലോ പോയി. അതേ സമയത്ത് അല്ലാഹു തആല നമുക്ക് ഒരു കൊറോണയാണ് തന്നു. അതോടുകൂടെ ആ കാലത്ത് നമുക്ക് നമ്മളെ പെണ്ണുങ്ങളെ തലയിലെ മുടി വരെ എണ്ണായിരുന്നു. നമ്മളെ പെണ്ണുങ്ങൾക്ക് 1,36,753 മുടിയാണ് നിലവിൽ എൻ്റെ പെണ്ണുങ്ങൾക്കുള്ള എഴുതിയിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ട്? നീ എണ്ണയിൽ ഇന്ന് തെറ്റിക്കണമെങ്കിൽ നാളെ എണ്ണ, കാരണം നാളെ പണില്ലല്ലോ. ചിന്തിക്ക്. കൊറോണ അൽഹംദുലില്ലാ എൻ്റെ പെണ്ണുങ്ങളെ ചൊറുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ ലോകത്തെ എന്ത് തന്നത്? കൊറോണ. കുട്ടികൾ, പെണ്ണുങ്ങൾ, ഇതെല്ലാം നിനക്കെന്താ പറ്റിയ? എനിക്കൊന്നും പറ്റിയില്ല. മനസ്സിലായില്ലേ? എന്തുകൊണ്ട്? എൻ്റെ ഇവിടെ കാര്യം ആരാ നടത്തണത്? പറ. അല്ലാ. ആരാ മുടക്കണത്? അല്ലാ. ആരാ നടത്തണത്? അല്ലാ. ആരാ റിസ്ക് തരുന്നത്? അല്ലാ. ഇന്നലെ ഒരു 2 ആളുകൾ അതിരാവിലെ എൻ്റെ വീട്ടിൽ വന്നു. ഇന്നലെ രാവിലെ സുബൈക്ക്. അപ്പോൾ അവർക്ക് ഇന്നെ കൊണ്ടുപോകണം ഒരു വൈക്ക്. ഞാൻ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ചില്ലറ പൈസകൾ എടുത്ത് എൻ്റെ പോക്കറ്റിലിട്ട് വലിയ പൈസയൊക്കെ ഒരു ചിലവാക്കി. എന്നാലും ഇടയ്ക്കിടയ്ക്കൊരു പൈസ ചിലവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചാടുമ്പോഴത്തേന് അത് സമ്മതിച്ചില്ല. ഞാൻ ചിലവാക്കാൻ വേണ്ടി പോയത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു തുണിഷാപ്പ് കയറി. അപ്പോൾ തുണിഷാപ്പ് കയറിയപ്പോൾ എനിക്ക് ഒരു നീളം കുപ്പായം എടുക്കണം, അതിനുള്ള ശീല എടുക്കണം. അങ്ങനെ ഒരു തുണിഷാപ്പ് കയറി. അപ്പം തുണിഷാപ്പ് കയറിയപ്പോൾ ഞാൻ തന്നെ മുണ്ടിപ്പോയി മുറിച്ച് തുണിശീല നോക്കി കണ്ടു, മുറിച്ചു. അപ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട്. എന്ത്? ഈ പൈസയെങ്കിലും എനിക്ക് ഇന്ന് ചിലവാക്കണം. അപ്പോഴത്തേന് അതിൽ വേറൊരുത്തന്നെ അത് കൊണ്ട് തട്ടിപ്പറിച്ച് വണ്ടി. ഞാൻ കൗണ്ടറിൻ്റെ അടുത്തേക്ക് മുന്നിക്ക് വണ്ടിയപ്പോൾ കൊടുത്തു കഴിഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ ആ പൈസ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, പൈസ എനിക്ക് എൻ്റെ അടുത്ത് നിന്ന് പോകാൻ ഒരു പൂതിയില്ല. ഇതിൻ്റെ പിന്നിലാരാ? ഞാൻ ഉദാഹരണമായി പറഞ്ഞു. പൈസ ചിലപ്പോൾ 200 രൂപയെന്നോ 300 രൂപയാവും. പക്ഷെ ഈ നാടോക ചിറ്റി ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം ചെന്ന് നല്ല ഭക്ഷണം കഴിച്ച് എന്നിട്ട് നമ്മളെ ഈ 200ൻ്റെ നോട്ട് നമ്മൾ നോക്കി വിളിച്ച് കെട്ടുക. എന്തുകൊണ്ട്? അന്ന ഞാൻ അടുത്തൊന്നും വിടൂല. ഇതല്ലേ എൻ്റെ അർത്ഥം? ഇതിൻ്റെയൊക്കെ പിന്നിലാരാ? അല്ലാഹു. ഇതൊന്നും നമ്മളൊന്നും കണക്കാക്കണ്ട. മനസ്സിലായില്ലേ? കാര്യങ്ങളൊക്കെ നടത്തുന്നതാരാ? പറ ഉറക്കെ പറഞ്ഞാരാ? അല്ലാഹ്. ഇത് അതങ്ങനെയാണ്. അത് നീ അങ്ങനെ തന്നെ നിന്റെ കൽബിൽ കയറ്റിയാൽ നീ ആരായി? മുഅ്മിനായി. പീഡിയൻ്റെ പിന്നെ എന്താ അതിൻ്റെ ഗ്ലാസ് മേലെ എഴുതി വെച്ചാൽ ഇജ്ജ് മുഅ്മിനാണെന്ന് കാണിച്ചു. ആരായിട്ടില്ല? മുഅ്മിനായിട്ടില്ല. എല്ലാം ഇജ്ജ് പേടിയും പേടിക്കണ്ട. ഒരു സൂഫിയായ മനുഷ്യനെ കുറിച്ചൊരു ആലിം അറിഞ്ഞപ്പോൾ ആ ആലിം എന്ത് ചെയ്തു? ഈ സൂഫിയായ മനുഷ്യനെ കാണാൻ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ മരുഭൂമിയിലൂടെ ഒരു പകൽ മുഴുവൻ യാത്ര ചെയ്തു. അങ്ങനെ ആ സൂഫിയുടെ ഒരു ചെറിയ സൗമായത്തുണ്ടായിരുന്നു. അവിടെ പോയി സൂഫിയെ കണ്ടെത്തി. മഗ്‌രിബായത്തിന് അവിടെ എത്തി. കാട്, മരുഭൂമിയിലെ ഭീകരജീവികളൊക്കെ ഉണ്ടാവുന്ന കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ടാവും മരുഭൂമിയിൽ. സിംഹമൊക്കെ എപ്പോഴും മരുഭൂമിയിലാണ് ഉണ്ടാവുക. അങ്ങനത്തെ മരുഭൂമി വിട്ടുകടന്ന് സൂഫിയുടെ സൗമായത്തിലെത്തി. അങ്ങനെ മഗ്‌രിബായി, സൂര്യൻ അസ്തമിച്ചു. അപ്പം മഗ്‌രിബ് നിസ്കരിക്കണമല്ലോ. അപ്പോൾ സൂഫി പിന്നെ ഇരിക്കാൻ പറഞ്ഞു, എനിക്ക് ഉളു ചെയ്യണം. അപ്പോൾ ഉളു ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ഉളു ചെയ്തു വന്നു. അപ്പോൾ സൂഫി പറഞ്ഞു, എന്നാ നിങ്ങൾ ഇസ്കാരത്തിന് ഇമാമത്തേക്ക്. അപ്പോൾ ഇയാൾ വലിയ ആലിമ. പക്ഷെ ഇയാൾ തേടി വന്ന അത്രയും വലിയ മഹാനായ
സൂഫിയാണല്ലോ മറ്റേ ആൾ. അപ്പൊ ആലിമ പറഞ്ഞു, ഞാൻ ഇമാമത്തുക്കൂല, ഞങ്ങളെ മുന്നിൽ ഇമാമത്തുക്കൂല. അങ്ങനെ അവസാനം നിർബന്ധിച്ചിട്ടും ആലിമ് ഇമാമായി നിന്നില്ല. അവസാനം സ്വാഭാവികമായും ആര് നിൽക്കേണ്ടി വന്നു? സൂഫി. അങ്ങനെ സൂഫി ഇമാമ ആയി നിന്ന് നിസ്കരിച്ചു. നിസ്കാരത്തോടുകൂടെ ഇയാളെ കാറ്റുപോയി. ആരെ? ആലിമിൻ്റെ. എന്തുകൊണ്ട്? മുഴുവനും ആയത്ത് തെറ്റ്. ഫാത്തിഹ സൂറത്തൊക്കെ 100 തെറ്റ്. തെറ്റോട് തെറ്റ്. ഫാത്തിഹ സൂറത്ത് തന്നെ ശരിയില്ല. ആർക്കും തെറ്റാതെ നോക്കുന്ന സൂറത്താണല്ലോ ഏത്? ഫാത്തിഹ. ഫാത്തിഹ സൂറത്ത് മുഴുവൻ തെറ്റ്. അപ്പൊ ഇങ്ങനെ ഇരുട്ടുമാണ്, പിന്നെ സിംഹം വരെ ഉണ്ടാവണ മരുഭൂമിയാണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? കുടുങ്ങി. ഈ ജാതി രാമുക്കിനെ കാണാനാണല്ലോ വന്നത്. ഏതായാലും ഇപ്പൊ ഈ രാത്രി ഇനി ഇയാളെ കുളൂസ് കേട്ട് ഇവിടെ ഇരിക്കന്നെ എന്താ ചെയ്യുന്നത്? അവസാനം മഗ്‌രിബൊക്കെ നിസ്കാരം കഴിഞ്ഞ് സുന്നത്തും ഔറാദൊക്കെ കഴിഞ്ഞപ്പോൾ മൂല്യേര് ആലിമ് ഇയാളോട് എന്ത് പറഞ്ഞു? എനിക്കൊന്ന് കുളിക്കണ്ടീനി. അല്ലാതെ അപ്പൊ നിങ്ങളെ കേൾക്കുമ്പോഴൊന്നും എനിക്ക് നിങ്ങളെ വലിയ വലിയ തത്വജ്ഞാനൊന്നും എനിക്ക് കേൾക്കണ്ട, കാരണം നിങ്ങൾക്ക് ഫാത്തിഹ സൂറത്ത് വരെ അറിയില്ലല്ലോ എന്ന് ഉള്ളിൽ നനച്ചിട്ട് ഇയാൾ എന്ത് പറഞ്ഞു? എനിക്കൊന്ന് കുളിക്കണം എന്നുണ്ട്. അപ്പോ സൂഫി പറഞ്ഞു, കുറച്ച് നടന്നാൽ മതി, അവിടെ കാട്ടുചോലുണ്ട്, ആ കാട്ടുചോലയിലാണ് ഞാൻ കുളിക്കാറുള്ളത്. അങ്ങനെ അവിടെ പോയി കുളിച്ചു വന്നോളി. ഇയാൾ പോയി കാട്ടുചോലയിലേക്ക് പോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടുള്ളൂ. ഓടിക്കിരച്ചിട്ട് ആലിമ് പാഞ്ഞു വന്നിട്ട് പറഞ്ഞു, സിംഹം 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 എന്ന് പറഞ്ഞു. അത് കാട്ടുചോലൊക്കെ നടക്കുന്നതിന്റെ വഴിയിൽ എന്തുണ്ട്? സിംഹണ്ട്, സിംഹം സിംഹം എന്ന് പറഞ്ഞു. സിംഹം ഉണ്ടോന്ന് ചോദിച്ചു സൂഫി. അതേ ഉണ്ട്. ഉണ്ടാവൂലല്ലോ. അല്ല ഉണ്ട്. എന്നാ പോയിരുന്നു. പോയി അപ്പൊ നോക്കുമ്പോ സിംഹമുണ്ട്. അപ്പൊ സൂഫി പറഞ്ഞു, അമാക്കുൽത്തുലക്ക് എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എന്ത്? നിന്റെ അടുത്ത് പലരും കാണാൻ വരും, ഓരെ പേടിപ്പിക്കരുത്, മര്യാദക്ക് മാറ്, ഇല്ലെങ്കിൽ എൻ്റെ ജീവൻ ഞാൻ കളയും, എനിക്ക് ഈ കാട്ടിൽ ഇനി ജീവൻ ഉണ്ടാവില്ല, മര്യാദക്ക് മാറ്. അപ്പോൾ ബാലാട്ടി മാറി നിന്ന്. അപ്പൊ സൂഫി പറഞ്ഞു, ഞാൻ പോവുകയാണ്, പേടിക്കണം കേട്ടോ, ഇനി ഒന്നും കാട്ടൂല, പോരി. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല. ഒരാൾക്ക് തവക്കുലില്ല, ഒരാൾക്ക് ഫാത്തിഹ സൂറത്തും അറിയില്ല. ആരാ വലിയ ആള്? പറയണേ എന്നായി. ആരാ വലിയ ആള്? ഫാത്തിഹ സൂറത്ത് അറിയാത്തോ? കാരണം അയാൾക്ക് എന്തുണ്ട്? ആ തവക്കുലുണ്ട്. അയാൾക്ക് ഈ ലോകത്ത് അല്ലാഹു അല്ലാത്തൊരാളെയും പേടിയില്ല. സിംഹത്തിനോട് അയാൾ എന്ത് പറഞ്ഞു? എന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വിരുന്നാരെ ബുദ്ധിമുട്ടിക്കരുത്. ഈ കളി കളിച്ചാൽ അനക്കവിടെ ചെയ്യുന്നുണ്ടാവില്ല. ഈ കാട്ടിൽ എൻ്റെ റിസ്ക് ഞാൻ മുടക്കും. മനസ്സിലാരും പറയാ ഫാത്തിഹ സൂറത്ത് അറിയാത്ത സൂഫി ആരോട്? സിംഹത്തിനോട്. സിംഹം പേടിച്ച് മാറി. അപ്പൊ അയാൾ പറഞ്ഞു, ഇനിയൊന്നും ഉണ്ടാവില്ല, കുളിച്ചു പോരി. പിന്നെ ഉണ്ടാവില്ല. ഇന്നമൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാത്തിഹ സൂറത്ത് തജ്വീദോടുകൂടെ ഓതുമോലി എന്നല്ല. മുഅ്മിനീങ്ങൾ എന്നാൽ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ചിലപ്പോൾ ഫാത്തിഹ സൂറത്ത് കിട്ടും, അതിൻ്റെ അർത്ഥം ഫാത്തിഹ സൂറത്ത് കിട്ടണ്ടെന്നല്ല, കിട്ടണം തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്നടിച്ച് പേടിക്കണ്ട. ആരാണെങ്കിൽ മുതവക്കിലാണെങ്കിൽ. മനസ്സിലായില്ലേ? എന്ന വാക്കിന്റെ വ്യാഖ്യാനാണ് ഈ പറഞ്ഞൊക്കെ. ഇതാണ് മുഅ്മിൻ. മുഅ്മിനൊരു പേടി ഉണ്ടാവില്ല, മുഅ്മിനൊരു പേടിയും ഉണ്ടാവില്ല. മിഞ്ഞാന്നത്തെ ക്ലാസ്സിലല്ലേ നിങ്ങളോട് ഞാൻ പറഞ്ഞത്, കീമിയാഉ സഅദയിൽ ഇമാം ഗസാലി തങ്ങൾ പറയുന്ന ഒരു സംഭവം. ഒരു സംഘം പണ്ഡിതന്മാർ രാജാവിനെതിരെ പറഞ്ഞു. രാജാവ് അത്രയും നിഷ്ഠൂരനായിരുന്നു. നിങ്ങളോട് തന്നെയല്ലേ പറഞ്ഞല്ലോ അല്ലേ? അപ്പോൾ ആ പണ്ഡിതന്മാരെ പിടിച്ചു കൊല്ലാൻ രാജാവ് ഉത്തരവിട്ടു. രാജകൊട്ടാരത്തിന്റെ മുന്നിൽ ഹാജരാക്കി. കൊല്ലാനൊരുങ്ങിയപ്പോൾ ബേക്കിൽ നിൽക്കുന്ന പണ്ഡിതൻ മുന്നിലേക്ക് ചാടി. അപ്പൊ രാജാവ് അത്ഭുതപ്പെട്ടു. ഏറ്റവും ബേക്കിൽ നിൽക്കുന്ന ആരും മുന്നിലേക്ക് ചാടി. അപ്പോൾ രാജാവ് വെച്ചു, ജി ബേക്കിലാണല്ലോ, എന്തിനെ മുന്നിൽ കൊന്നു? പറഞ്ഞു, ഒരാളെ കൊന്നപ്പോഴത്തിന് നിങ്ങൾക്ക് മാനസന്താരം ഉണ്ടായിട്ട് ഇനി കൊല്ലണ്ടാൻ തോന്നുകയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങൾക്ക് രക്ഷപ്പെടാലോ. ഞാനല്ലേ മരിക്കോളൂ, എനിക്ക് പ്രശ്നമില്ല.
ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടിയല്ലേ. അപ്പോൾ ആരാച്ചാരെ പോകാൻ പറഞ്ഞു. ധീരന്മാരെ കൊല്ലുന്ന പണി എനിക്കില്ല രാജാവ്. എങ്ങനെയുണ്ട്? രാജാവ് നല്ല മനുഷ്യനായി മാറി. ആരെക്കൊണ്ട്? മുത്തവക്കിലായ ആലിമിനെ കൊണ്ട്. നിങ്ങൾക്ക് പറയാൻ മനസ്സിലായോ? അപ്പൊ വിഷയത്തിന്റെ മർമ്മ ഇതാ. ഉഫവ്വിറു അംരി, എൻ്റെ കാര്യം ഞാൻ ഏൽപ്പിക്കുകയാണ് ലിൽ ഇലാഹി, ഇലാഹിലേക്ക്. പിന്നെ പേടില്ല.